LDF അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരിടമാണ് വേങ്ങര. വേങ്ങരയിൽ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ സബാഹ് കുണ്ടുപുഴയ്ക്കലാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ്. ഇത്തവണ LDFിൻ്റെ സ്വതന്ത്രമായി മത്സരിക്കുന്നു. എന്താണ് സാധ്യതകൾ? സാധ്യതകൾ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ മത്സരിച്ച് പരിപൂർണ നമ്മളൊരു സ്വതന്ത്രനായിട്ട് തന്നെ മത്സരിച്ചത്. കാരണം വേങ്ങരയിലെ പൾസൊക്കെ ഒന്ന് അറിയാലോ, നമുക്കും അറിയാലോ എന്നുള്ള പിന്തുണ എത്ര ഉണ്ടെന്നൊക്കെ അളക്കാനും കൂടിയാണ് നിന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു അനുഭവമായിരുന്നു. ഒരു 10 ദിവസമാണ് നമ്മൾക്ക് ആകെ കിട്ടിയ സമയം. ആ സമയത്തിൽ നമ്മളൊരു 11,255 വോട്ട് കിട്ടി. അതിൻ്റെ ശേഷം നമ്മൾ ഞാനിവിടുന്ന് കയറിയിട്ടില്ല. കാരണം ഒരു 11,200 പേര് അത് കുറവാണെങ്കിൽ പോലും കിട്ടുന്ന 7-1 ജയിക്കുന്ന സ്ഥാനാർത്ഥിന് 7-1 വോട്ട് കിട്ടിയാലും നമ്മൾ അത്രയും ആൾക്കാരോട് നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ. പിന്നെ അതൊരു നമുക്കൊരു എന്താ പറയുക, ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്കതൊരു നല്ലൊരു സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ അത് അവസാനം നമ്മൾ ഓട്ടോമാറ്റിക്കലി രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. രാഷ്ട്രീയം ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ LDF ആയിട്ട് ആഭിമുഖ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു എന്താ പറയുക, അങ്ങനെ LDF മുന്നണിയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒക്കെ വികസന കാര്യങ്ങളിലും ഭരിക്കുന്ന അന്ന് ഈ പിണറായി സർക്കാർ ചെയ്യുന്ന കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കുഞ്ഞിലക്കുട്ടിയുടെ നല്ല ആത്മബന്ധമുണ്ടെന്ന് എനിക്കറിയാം. നല്ല ബന്ധം ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ അതിൻ്റെ ഒപ്പാനായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ആൾക്കാർ. ഞാൻ കുറേ കാലമായിട്ട് ലീഗിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് വരുന്ന ചർച്ച PK കുഞ്ഞാലിക്കുട്ടി മണ്ഡലം മാറുന്നു എന്നുള്ളതാണ്. ഇത് അങ്ങ് സ്ഥാനാർത്ഥിയാകുമ്പോൾ ഈ വോട്ടിലുണ്ടാകുന്ന വലിയ വ്യത്യാസമോ അട്ടിമറി സാധ്യതയൊക്കെയാണോ അങ്ങനെ മണ്ഡലം മാറാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞേക്കുന്നത്? എന്താണ് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. ആരും സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതല്ലോ. ഞാൻ വേങ്ങരയിലെ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ്. എതിരാളി ആരാന്നുള്ളതല്ല. നമ്മളിവിടെ ചെയ്തു വെച്ചൊരു എന്താ പറയുക, വേങ്ങരയിലെ വികസന കാര്യങ്ങൾക്ക് എൻ്റെതായ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നമ്മൾക്ക് പരിപൂർണതയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് നമുക്ക് മത്സരിച്ച് ജയിച്ചാലേ നമുക്കത് ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിയും. ആരായാലും പ്രശ്നമില്ല. അത് നമ്മൾ നോക്കുന്ന UDFിൻ്റെ ആരെങ്കിലും ഒരാൾ വരും എന്നുള്ള ഉറപ്പല്ലേ. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഈ വാക്ക് ഓവർ ഒന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ആര് വന്നാലും മത്സരിക്കും. പിന്നെ വേങ്ങരയിലെ ഒരു കാര്യത്തിന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വികസനം ഇല്ലാതെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് പോരായ്മകളുള്ള ഒരു സ്ഥലമാണ് വേങ്ങര. നിങ്ങൾ കാണുമ്പോൾ വേങ്ങര എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു 5 സ്റ്റാർ മണ്ഡലത്തിൻ്റെ പ്രതീതിയാണ്. പക്ഷെ അത് വളരെ മോശമായ അവസ്ഥയിലാണ്. പ്രചരണം നോക്കിയാൽ തന്നെ കാണാം. നമ്മൾ നോക്കിയാൽ തന്നെ കാണാമല്ലോ. ഏത് ഘട്ടത്തിലാണ് ഇവിടെ ഹോസ്പിറ്റലിലെ കയറാണെങ്കിൽ, റോഡിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും, കളിസ്ഥലത്തിൻ്റെ കാര്യമാണെങ്കിലും, ഇവിടുത്തെ യുവാക്കളെ അവരുടെ ജോലി സാധ്യത കാര്യം അങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ വേങ്ങരയിൽ വന്നിട്ടില്ല. കിടത്തി ചികിത്സ പോലും ഇല്ലാത്തൊരു എന്താ പറയുക, ഒരു മണ്ഡലമാണ്. അത് രസം. PK കുഞ്ഞാലിക്കുട്ടിയാണ് മറുവശത്തെങ്കിൽ മത്സരം എങ്ങനെയായിരിക്കും? ആരായാലും മത്സരിക്കാന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ ഒരു പ്രതീക്ഷ ഉണ്ട്. നമ്മൾ ഈ 5 കൊല്ലം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ 5 കൊല്ലം നമ്മളിവിടെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും എനിക്കുണ്ട്. ആ ഒരു പ്രതീക്ഷൻ്റെ ആ ഉത്തരവാദിത്വം, അതേപോലെ തന്നെ അവരൊക്കെ ഒരു പിന്തുണയാണ് ഞാൻ തീർച്ചയായിട്ടും പിന്നെ അതൊക്കെ എടുത്തു പറയാനുള്ള നവകേരള സദസ്സ് ഇവിടെ വന്നു. മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാരും ഇവിടെ ഒന്നിച്ച് വന്നല്ലോ. അപ്പോൾ അതിൽ കിട്ടിയ ഏകദേശം ഒരു 4000-ഓളം പരാതികൾ നമുക്കിവിടെ കിട്ടിയിരുന്നു, ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. അതിൻ്റെ പിന്നിലൊക്കെ പോയപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ ഇടപെടണം തന്നെ തോന്നി. ആ 4000-ഓളം പരാതിയിൽ ബഹുഭൂരിപക്ഷം പരാതികളും നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതന്നെ നമുക്ക് നമ്മളെ പൊതുപ്രവർത്തനത്തിൽ കിട്ടിയൊരു അംഗീകാരമായിട്ടാണ്. കഴിഞ്ഞ തവണ അങ്ങ് മത്സരിച്ചപ്പോൾ SDPയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി നിലയ്ക്കായിരുന്നു പലപ്പോഴും വിശേഷിക്കപ്പെട്ടത്. SDPയുടെ സ്വതന്ത്രമായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണ SDPയുടെ പിന്തുണ ഉണ്ടായിരിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാണ് എഴുതിയിട്ടുണ്ട്. അത് ആർക്കും ഇന്നെ പിന്തുണക്കാലോ. കാരണം ഞാൻ ഈ വേങ്ങരയിൽ ജനിച്ച്, ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച്, ഇവിടെ കളിച്ച്, ഇവിടെ ബിസിനസ് ചെയ്ത്, ഞാൻ പുറത്തേക്ക് പോയിട്ടേ ഇല്ല. ഇവിടെ തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ധാരാളം ബന്ധങ്ങളുണ്ടാവും. അതിൽ എല്ലാ ആൾക്കാരും വലിയ 11,250 വോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിൽ നിന്നും കിട്ടണ്ടേ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണയാണ് ഈ 11,250. കഴിഞ്ഞ തവണ അങ്ങ് നേടിയ 11,000-ലേറെ വോട്ടുകൾ LDFിനെ സ്ഥാനാർത്ഥി ജിജി നേടിയത് 39,000-ലധികം 40,000-ഓളം വോട്ട്. അപ്പം അങ്ങനെ ഇത്തവണ കണക്കാക്കുമ്പോൾ ഈ തരത്തിലാണ് വോട്ട് വരുന്നത്. 50,000 മുകളിൽ ഏറ്റവും ചുരുങ്ങിയ. തീർച്ചയായും അതെന്തായാലും ആ ജനം നമ്മളെ വെറുത്തിട്ടില്ലല്ലോ. അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഉപരിയായിട്ട് വേങ്ങരയിലെ യൂത്തും അതേമാതിരി ഇവിടെ പൊതുജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന എന്താ പറയുക, ഒരു മാറ്റമുണ്ട്.
ആ മാറ്റത്തിലേക്കാണ് വേങ്ങര ലീഗിന് ഉറച്ച കോട്ടയായിട്ടാണ് വേങ്ങര കരുതുന്നത്. ആ കോട്ട കുലുക്കുമോ? ലീഗിന്റെ ഉറച്ച കോട്ട എന്ന് പറഞ്ഞാൽ ലീഗുകാരാണ്, അതിലൊന്നും സംശയമില്ല. ഇപ്പം എനിക്ക് വോട്ട് ചെയ്യാനുള്ളതും ലീഗുകാരനല്ലേ, അത് യാതൊരു സംശയമൊന്നുമില്ലല്ലോ. ഇപ്പം എൻ്റെ ബന്ധുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ലീഗുകാരായിരിക്കും. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളും എൻ്റെ സഹപാഠികളൊക്കെ ലീഗുകാരായിരിക്കും. പക്ഷെ അത് നമുക്ക് ഇതിലൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വ്യക്തിബന്ധങ്ങളും വികസനവും. ഇപ്പം നമ്മൾ നോക്കി, നിങ്ങൾ സർവേ നടത്തിയത് തന്നെ അറിയാം. സർവേ നടത്തുമ്പോൾ അതിൽ വന്ന് വികസന, മതവും രാഷ്ട്രീയം ഒന്നുമല്ല, അന്ന് ഫസ്റ്റ് വന്നത് വികസന. ആ വികസനം തന്നെയാണ് നമ്മൾ വേങ്ങരയിൽ ചൂണ്ടിക്കാണിക്കാനുള്ള. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വിജയം ഉറപ്പാണ് അല്ലേ? വിജയം ഉറപ്പാ. അതിൽ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഗഡ്സിലാണ്, ആ ധൈര്യത്തിൽ നമ്മളിവിടെ നിൽക്കുന്നത്. വേങ്ങരയിലെ വികസന മുരടിപ്പ് മുൻനിർത്തിയുള്ള പ്രചാരണങ്ങൾക്കാവും നേതൃത്വം നൽകുക എന്ന് സഭാഹ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എതിരാളി ആരായാലും ഇവിടെ വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.